പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. ശ്രീകൃഷ്ണപുരത്തും 6ഓളം പരാതികൾ ലഭിച്ചതായി പോലീസ്. കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കി പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകിയത്. സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായി CSR ഫണ്ടിന്റെ പേരിൽ നടന്ന തട്ടിപ്പ് പുറത്തുവന്നതോടെയാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തു വന്നത്. ശ്രീകൃഷ്ണപുരം പോലീസിൽ 6ഓളം പരാതികളാണ് ബുധനാഴ്ച ലഭിച്ചത്. മകൾക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും വാങ്ങുന്നതിനായി 70,000 രൂപ അടച്ച് വഞ്ചിക്കപ്പെട്ടതായി എലമ്പുലാശ്ശേരി സ്വദേശി ശശികുമാർ പറയുന്നു. 2024 ജൂലൈ 21-നാണ് താൻ 70,000 രൂപ കമ്പനി പറഞ്ഞ അക്കൗണ്ടിലേക്ക് അടച്ചതെന്ന് ശശികുമാർ പറയുന്നു. ഞാൻ IRDCയില് പകുതി ഇതില് സ്കൂട്ടി, ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്കൂട്ടിയും തയ്യൽ മെഷീനും ഏൽപ്പിച്ചിരുന്നു. 2024 ജൂലൈ മാസം 21-ാം തീയതിയാണ് ഞാൻ പൈസ അടച്ചത്. IRTCയുടെ സൈറ്റിലേക്ക് നേരെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. എനിക്ക് 6 മാസത്തിൻ്റെ ഉള്ളിൽ സ്കൂട്ടിയും ലാപ്ടോപ്പും തരാം എന്നായിരുന്നു അവരെ ഉറപ്പുണ്ടായിരുന്നത്. ഇത്ര ദിവസമായിട്ട് എനിക്കത് ലഭിക്കാത്തതുകൊണ്ട് ഞാനത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ പേപ്പറിലൊക്കെ ഇവരെ പറ്റിയിട്ട് പരാമർശം ഉണ്ടായിരുന്നു. മുങ്ങി ഒരുപാട് ആൾക്കാരെ പൈസ പോയി എന്നുള്ള പരാമർശം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്. സാധാരണക്കാരായ ആൾക്കാരുടെ പൈസയാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും തിരിച്ചു കിട്ടാനുള്ള വഴി എന്തെങ്കിലും ഗവൺമെൻറ് ഭാഗത്തുനിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ എവിടുന്നെങ്കിലും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 6 മാസത്തിനുള്ളിൽ സ്കൂട്ടറും തയ്യൽ മെഷീനും കൈമാറുമെന്നാണ് പറഞ്ഞിരുന്നതെന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തുവന്നതോടെയാണ് തട്ടിപ്പ് മനസ്സിലാക്കി പരാതി നൽകിയതെന്നും ശശികുമാർ പറഞ്ഞു. പകുതി വിലയ്ക്ക് സ്കൂട്ടറും മറ്റു ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പിന് ഇരയായവരിൽ തച്ചനാട്ടുകര, അലനല്ലൂർ പ്രദേശത്തുള്ളവരുമുണ്ട്. ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ, കടമ്പഴിപ്പുറം, വെള്ളിനേഴി മേഖലകളിൽ നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായതായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.